ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി ഷൂട്ട് ചെയ്തതാണ്. പക്ഷേങ്കിൽ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തനു ആണെങ്കിൽ അമ്പോറ്റിയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചക്ക മേടിച്ചിട്ട് വന്നായിരുന്നല്ലോ. ആ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അമ്മ മുറിക്കുകയാണ്. അപ്പം മുറിക്കുന്നതിനിടയ്ക്ക് അമ്മ പറഞ്ഞത് കൊത്തച്ചക്കയാണെന്ന് കേട്ടോ. അപ്പോൾ ദിനു വന്നിട്ട് ഇത് കൊത്തലൊന്നുമല്ല, മുറിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ഏതായാലും മുറിച്ച് കഴിഞ്ഞപ്പോൾ കൊത്തച്ചക്കയൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം വിളഞ്ഞത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഉഷാമ ചക്കപ്പരിപാടികളെല്ലാം ഏറ്റെടുത്ത് ചക്ക വെട്ടിപ്പെറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തനുവിനെ പിന്നെ അന്നേരം തന്നെ ഇങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കൈയിട്ട് അരക്കൊക്കെ പറ്റിച്ച് മൊത്തത്തിലെല്ലാം അവളൊന്ന് കൈയിട്ട് വാരി നിരത്തും. അതുകൊണ്ട് അവളെ ഇങ്ങ് കൈയോടെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അത് കണ്ടിട്ടാണെങ്കിൽ അവൾക്ക് ഓടി അങ്ങോട്ട് പോകാഞ്ഞിട്ട് വയ്യ. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ഓടി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോഴേക്കും അമ്മയാണെങ്കിൽ എനിക്ക് മീൻകറി വെക്കാനായിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ചൂരക്കറി വെക്കുന്നത് കാണിച്ചപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ മത്തി കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതൊരു 3 ടേബിൾ സ്പൂൺ, രണ്ടും കൂടെ 3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, ഇത് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും അമ്മ ചക്ക വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനുവിനെയാണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേറ് കയറ്റി ഇരുത്തി. അതല്ലാന്നുണ്ടെങ്കിൽ അവൾ ഇതെല്ലാം ഒന്ന് വാരാനായിട്ട് വരും. അപ്പോൾ തെരുതേരെ ചക്കച്ചുള ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അധികം കൊടുക്കണ്ട, എങ്ങാനും വയറ് നൊന്താലോ എന്ന്. അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും അമ്മയാണെങ്കിൽ ചക്ക കീന്തുന്നുണ്ടായിരുന്നു. ചക്ക അരിയുന്നതിന് നമ്മൾ കീന്തുക എന്നാട്ടോ പറയുന്നത്. ഉഷാമയാണെങ്കിൽ ചകിണിയും കുരുവൊക്കെ മാറ്റി ചക്കച്ചോള ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പാത്തും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റ് ആയിരുന്നു. അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ് കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്തെന്നാണ് വിചാരിച്ചത്, മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിയും ഒക്കെ കൂടെ മിക്സാണ്. അതുകൊണ്ടാണ് നല്ല കളറ് വരുന്നത്. അതുമാത്രമല്ല, നല്ല കളറ് വരണമെങ്കിൽ നമ്മൾ ആ പൊടി നല്ലോണം വഴറ്റി ആ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റണം. എന്നാൽ മാത്രമേ ആ പൊടിക്ക് നല്ല കളറ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ മീൻകറി വെക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് പിന്നെ നല്ലോണം വഴറ്റി ആ ചട്ടിയിൽ നല്ലോണം എണ്ണ തെളിയണം. അതുവരെ ഞാനത് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല കളറും ടേസ്റ്റും വരുന്നത്. കണ്ടില്ലേ, എണ്ണ തെളിയുന്നിടം വരെ വഴറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒന്നെങ്കിൽ പുളി ഇട്ട് തിളപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പുളി ഇട്ട് വെക്കും. എന്നിട്ട് ആ പുളിവെള്ളമാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് പുളിവെള്ളം റെഡിയാക്കി വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പം 1 കിലോ മത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചിട്ടുള്ള അളവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ. അങ്ങനെ അത് അവിടെ ഇരിക്കുന്ന റെഡിയാവുന്ന സമയത്തിന് തനുവിനാണെങ്കിൽ ദിനു ഫുഡ് കൊടുക്കുകയാണ്. ഭയങ്കര മടിയായിരുന്നു കഴിക്കാൻ, ഒരു തരത്തിലാട്ടോ കഴിപ്പിച്ചത്. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ദിനു പോയിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തവി ഇട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് തവി ഇടാതെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ എല്ലാ പാകത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് മൂടി അങ്ങ് വെക്കുക. ഈ ഒരു കറി ഉണ്ടാക്കി നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് അതിൽ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മീൻ കറി റെഡി ആയപ്പോഴത്തേക്കും ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കാവുന്ന സമയം കൊണ്ട് അതിന് വേണ്ട അരപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് തനു ആണെങ്കിൽ വന്നിട്ട് എനിക്ക് ഉമ്മ തരുമായിരുന്നേ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും 2 അച്ഛന്മാരെയും വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ അച്ഛനെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അച്ഛന്മാർ രണ്ടുപേരും ഒറ്റയ്ക്കാണോ എന്ന് 1-2 പേര് ചോദിച്ചായിരുന്നത്. അവരൊറ്റയ്ക്കാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരാവശ്യം വരുമ്പോൾ അമ്മമാരെ പറഞ്ഞു വിട്ടത് അച്ഛന്മാർ തന്നെയാണ് കേട്ടോ. അതിനിടയ്ക്ക് തനു ടാറ്റ പോകാമെന്ന് പറഞ്ഞ് എൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡോറൊക്കെ തുറക്കാൻ നോക്കുവാണേ. പിന്നെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അരപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കാൻ പോവാണ്. അപ്പോൾ അരപ്പിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ആവി വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കിയത് തേങ്ങ
കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്. കാന്താരി ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. കാന്താരി ഇല്ലായിരുന്നത് കൊണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുത്ത് അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അടിപൊളി ചക്കപ്പുഴുക്കും മീൻകറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആർക്കൊക്കെ കൊതി വരുന്നെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അഡിക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തനുവിനാണെങ്കിലും ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം പാത്തൂന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കും കുറച്ചൊക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചക്കപ്പുഴുക്ക് കഴിക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തെ കുറച്ച് കറികളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.